ഇന്നത്തെ ഈവനിങ് വളരെ രസമായിരുന്നു. ഡാഡിയുടെ വരണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു രസമുണ്ടായി. പറയട്ടെ വലട്ട. അങ്കിളെന്താ വല്ലായിരിക്കും? ബാലൻ, നിന്റെ അച്ഛൻ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം. നീ ഈ രാത്രിയിൽ എവിടെ പോകുന്നു? നിന്നെ ഉപദേശിച്ച് ശാസിച്ചും തിരുത്തേണ്ട പ്രായമൊക്കെ കഴിഞ്ഞുപോയി മോനെ. എനിക്ക് വയസ്സായി. ഇനി നമ്മുടെ ഫാക്ടറിയുടെയും സ്വത്തുക്കളുടെയും കാര്യമൊക്കെ നോക്കി നടത്തേണ്ടത് നീയാണ്. അതിനൊക്കെ ഇവിടെ അച്ഛനുണ്ടല്ലോ. എന്റെ കാലം കഴിഞ്ഞാലോ? ബാലട്ട, ബാലട്ട, കാപ്പി. ഒന്ന് എഴുന്നേക്ക് ബാലട്ട. അക്കൗണ്ടന്റ് സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി അതിരാവിലെ വന്നതാ ബാലട്ട. എന്തോ പേപ്പർ സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അമ്മ ഒപ്പിട്ടാ മതി. ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? ഇനി മുതൽ ഇതൊക്കെ ചെയ്യേണ്ടത് ബാലേട്ടനല്ലേ, അല്ലാതെ ആന്റിയാണോ? നീ ഒന്ന് പോകുന്നുണ്ടോ? ചെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. ആന്റിയാ പറഞ്ഞത് ബാലേട്ടനോട് താഴെ വരാൻ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താ സ്വാമി? ഇൻകം ടാക്സിന്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് നാളെയാണ്. വി ഹാവ് ടു സബ്മിറ്റ് ദി ഇൻകം ടാക്സ് പേപ്പേഴ്സ് ടുമോറോ. സബ്മിറ്റ് ചെയ്തോളൂ. അതിന് പേപ്പേഴ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഓഫീസിൽ വെച്ച് സൈൻ ചെയ്യാൻ വേണ്ടി അച്ഛൻ പേപ്പേഴ്സ് എല്ലാം എടുത്തു വെച്ചതാണ്. പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ തോന്നി. പേപ്പേഴ്സൊക്കെ അമ്മ ഒപ്പിട്ടോളൂ. അമ്മ അകത്തുണ്ട്. ബാല, നീ എന്തായി പറയുന്നത്? ഇനി മുതൽ ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് നീയല്ലേ, അല്ല പത്മാവതിയാണോ? എനിക്കിതേ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാങ്കിൽ അമ്മയ്ക്കാവുമ്പോ. മോനെ, എനിക്കിതൊന്നും ഭരിക്കാനുള്ള അറിവോ പരിചയമോ ഇല്ല. നിന്റെ അച്ഛൻ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണിത്. അത് നടത്തിക്കൊണ്ടു പോവേണ്ട ആവശ്യവും ചുമതലയും നിനക്കാണ്, എനിക്കല്ല. ബാല, നീ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖം. രാഘവൻ നായർ എപ്പോഴും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നീ വിചാരിച്ചാൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഗുഡ്വില്ല് നിലനിർത്താൻ കഴിയും. അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും നിനക്കുണ്ട്. നാളെ രാവിലെ ഞാൻ പോവും.
സാരമല്ല പത്മാവതി, എല്ലാം നേരെയാവും. ചേട്ടന് നാളെ തന്നെ പോണോ? വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അവിടെ ഒരുപാട് ജോലിയുണ്ട്. ഏതായാലും രേഖ കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ആ, അത് ശരിയാണ്. ഈ സമയത്ത് നിനക്കൊരു കൂട്ടാവുമല്ലോ. വരൂ മോളെ. ദാ വരുന്നു ആന്റി. അമ്മേ, ബാലേട്ടൻ ഈ വേഷത്തെ എവിടെ പോകുന്നു? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. ഞാനും വരുന്നു. അതെ അമ്മേ, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അച്ഛനും ക്ഷേത്രത്തിൽ പോവായിരുന്നില്ലേ? ഗണേശ, വിഘ്നേശ്വര, വിനായകനേ, വിഘ്നേശ്വര, രക്ഷിക്കണേ. എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷങ്ങള്? വിശേഷങ്ങൾ. ഇതുവരെ ഒരു നാഥനില്ലാത്ത കളരിയായിരുന്നു ഇത്. ഇപ്പൊ സാറ് വന്നപ്പോ ആ അവസ്ഥ അങ്ങ് മാറി. ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. എവറിഥിങ് വിൽ ഗോ സ്മൂത്ത്ലി. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? 31, ഇൻക്ലൂഡിംഗ് മീ 32, 32. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തോണ്ട് ഓ, കൊണ്ടുവരാം. സർവേക്കൽ. കരയാതെ മോളെ. എന്തിനാ ഇങ്ങനെ കരയുന്നത്? നല്ല മോളെ. ഇത് നോക്ക് നോക്ക് നോക്ക്. അമ്മ ബിസ്ക്കറ്റ് തരട്ടെ? കഴിക്കും മോളെ. കഴിക്കും മോളെ, അമ്മ തരുന്നതല്ലേ. മോളിത് കഴിച്ചില്ലെങ്കിലേ അമ്മ ഇത് അങ്കിളിന് കൊടുക്കും. അങ്കിളിന് വേണ്ട, മോള് കഴിച്ചോട്ടോ. അയ്യോ, സമ്മതിക്കത്തില്ലല്ലോ. കരയാതെ മോളെ കുടിച്ച കുടിക്കും മോളെ. കരയാതെ മോളെ. കുടിക്കേ, കുടിക്കും മോളെ. വേഗം കുടിച്ചോ, ഇല്ലെങ്കിൽ മമ്മി ഈ അങ്കിളിന് കൊടുക്കും. ഹലോ, ബാലേന്ദ്രൻ ഹിയർ. അളിയ, ഇത് ഞാനാ. നിന്നെ വീട്ടിൽ വിളിച്ചിരുന്നു. ഓഫീസിൽ പോയേക്കാന്ന് അമ്മ പറഞ്ഞു. അന്ന് എവിടെ നിന്നാണ് വിളിക്കണത്? നമ്മുടെ സ്ഥിരം താമസത്തിൽ നിന്നാണേ. രാവിലെ തന്നെ ഒരു ജിഞ്ചിനാക്കി ബുൽബുനാക്കി ഒത്തിട്ടുണ്ട്. എടാ, ജിഞ്ചിനാക്കി ബുൽബുനാക്കി. ആ, എന്താ ഇങ്ങോട്ട് വരുന്നോ? ഛ, ചുമ്മാ ഇരിക്കണേ. ആദ്യമായിട്ട് ഓഫീസിൽ വന്ന് കയറിയിട്ട് ആദ്യമായിട്ട് വരുന്ന ഫോൺ കണ്ട അലവലാദികളെ കുറിച്ചുള്ള വിശേഷമാണ്. എടാ, ഏത് പ്രസ്ഥാനം തുടങ്ങണമെങ്കിലും ഉദ്ഘാടനം നടത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള പാർട്ടികളെ കൊണ്ടാ. ഇതെന്റെ അഭിപ്രായമല്ല, കാരണന്മാരായിട്ടേ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ഉണ്ടല്ലോ, വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കാഞ്ചീപുരം അല്ലായിരുന്നോ? ഈ പ്രാവശ്യം വേണമെങ്കിൽ ഒരു ബനാറസ് ഉടുപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. ഞാൻ വൈകിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. വൈകിട്ട് വേണം. നീ തനിച്ച് വന്നാൽ മതി. ഓക്കെ. ഭാരം പുലർന്നുവെങ്കിലും പകലവൻ തൻ കിരണങ്ങൾ ഇളിനെഞ്ചില വരുമ്പോൾ നീളുന്നു ചൂടിന്റെ ബഹുസ്ഫുരണങ്ങൾ. സ്ഫുരണങ്ങൾ ബഹുസ്ഫുരണവുമായി ചെല്ലണ്ട, ചേട്ടൻ വെറും കരണമായിട്ട് ചെന്നാണ്. എടാ, നിനക്ക് കവിതാത്മകമായിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടോടാ? പ്രഭാതം പുലർന്നുവെങ്കിലും കലവന്തൻ കിരണങ്ങൾ
അതായത് നമ്മുടെ ജീവിതത്തിന്റെ മലർവാടിയിൽ നിന്നും ബഹിർഗമിക്കുന്ന ഉദ്യാന കുസുമങ്ങളായ ശവകുടീരങ്ങളല്ലേ നമ്മൾ അല്ലേ? അതെ. എടാ ഇതാരെയാണെന്നറിയാവോ? അറിയാം, എനിക്കറിയാം. ആരാ? എനിക്കറിയാന്ന്. എന്നാ പറ. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയില്ലേ? എന്നാ ചേട്ടൻ പറ. ഞാൻ പറയാം. പറയാ പറ. ഏ? പറ. അത് പറയാ. എന്നാ പറയട്ടാ. അതായത് പറയാം. ഇത് പറയട്ടാ. പറഞ്ഞാ മനസ്സിലാവൂ. ആ. വള്ളത്തോൾ കുമാരനാശാൻ. മനസ്സിലായി മനസ്സിലായി. ആ. ഇപ്പൊ സമയം എന്തായി? 11:30. ചേട്ടൻ 2 മണിക്കൂർ ലേറ്റാ. എടാ കല്യാണം കഴിക്കാത്ത നിനക്ക് ഇതിനെ പറ്റി വല്ല ഗ്രാഹ്യമുണ്ടോ? ഭാര്യ മക്കളെയും കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. മനസ്സിലായില്ലേ? നമ്മുടെ ജോലിക്കാര്യം കഴിഞ്ഞിട്ട് വേണം ഓഫീസ് കാര്യങ്ങള്. അവർ ജോബ് ഈസ് ഡിറ്റർമൈൻസ് ഓഫ് ദി അമേരിക്ക ഓഫ് ദി ഫ്യൂണറൽ കൺട്രോൾ പൊസിഷൻ ഓഫ് യു നോ. യെസ് യെസ്. പക്ഷെ സാർ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല്. സാറോ? സാറ് ചത്തുപോയില്ലേ? ഇതെന്താ പുനർജന്മോ? പുനർജന്മമല്ല, ചത്തുപോയ സാറിനെ ജീവിച്ചിരിക്കുന്ന മകനുള്ള അറിയൂ. അതെനിക്കറിയണ്ട. ആ മകൻ വന്നിട്ടുണ്ട്, എവിടെ? അകത്തുണ്ട്. അങ്ങോട്ട് ചെല്ല്. പോ. സ്വാമി, സാറ് വന്നിട്ടുണ്ടല്ലേ? അറ്റൻഡൻസ് റൈസ് എവിടെയാ സ്വാമി? സ്വാമിയേ ശരണമയ്യപ്പ. പണ്ട് കണ്ണേ കാണാതിരുന്നുള്ളൂ, ഇപ്പൊ ചെവിയും കേട്ടൂടെ? സ്വാമിയേ അറ്റൻഡൻസ് റൈസ്. അറ്റൻഡൻസ് രജിസ്റ്റർ സാറിന്റെ മേശപ്പുറത്തുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. സാർ അറിയാതെ അറ്റൻഡൻസ് റൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമി? ഒരു രക്ഷയുമില്ല. യു പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. சுவாமி எனக்காக ஒரு உதவி செய்யறீங்களா? என் பதவியை நினைச்சிட்டு நீ எங்கிட்ட உதவியை கேட்கலாமா அயோக்கிய பயல? நீ என்ன கிண்டலா பண்ற? உள்ள போ. സ്വാമി ഞാൻ ഒന്ന് തൊഴുതോട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. കർത്താവേ, അല്ലാ, സകല ദൈവങ്ങളെ. സ്വാമി ഞാൻ അകത്തോട്ട് പോവാണ്. പോ പോ പോ, പോയി തൊല. പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. സാറേ. യെസ്, കം ഇൻ. സാറേ. സാറ്. അയ്യോ. ആരാ മനസ്സിലായില്ലല്ലോ? എന്റെ പേര് ദുഷ്യന്തൻ. ഞാൻ ഇവിടുത്തെ പിയൂണാ. ഇരിക്കും. അല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? കാപ്പി. അല്ല, എന്ത് വേണേ വാങ്ങിച്ചോണ്ടിരാം. അല്ല, സാറ് വളരെ പാടുപെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ? ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അല്ലാതെ ഹലോ, എത്രയാണോ ഇവിടുത്തെ ഓഫീസ് ടൈം? 9:30. എത്രയായി? 11:30. സാറേ, ഈ 30-ക്കൊന്നും വിലയില്ല സാറേ. ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 30 അങ്ങ് പോകും. നിർത്ത്. അതെ. താൻ എന്താ ഇത്ര വൈകിയത്? ബസ് കാത്തു ബസ് സ്റ്റോപ്പിൽ നിൽക്കും നേരം ബസ്സുകൾ കാണാൻ. മേലിൽ കൃത്യസമയത്ത് ഓഫീസിൽ വന്നില്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുവായിരിക്കും. അതെ, പോണം. ഓക്കെ സാർ, ഓക്കെ. അവനോട് ഞാൻ പണ്ടേ പറയാറുള്ളതാ, ഓഫീസ് കാര്യങ്ങൾ നോക്കി അച്ഛനെ സഹായിക്കണമെന്ന്. പക്ഷേ അവൻ ഇതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ശരിക്കൊന്ന് ഫയർ ചെയ്തു. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണെന്നും അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്നും ഒക്കെ പറഞ്ഞ്. അന്ന് മുതലല്ലേ അവനെയും മാറ്റം. അവൻ വന്നല്ലോ. ആ, അന്നെപ്പോ വന്നു? ഇപ്പിങ്ങി വന്നേ. അല്ല, കൊറേ നേരം ബാലേട്ടാ. ഈ പാർട്ടി ആന്റി ശരിക്കും. ആ, എനിക്കൊരു കാപ്പി വേണം. നീ കുടിച്ചോ. ഇല്ല, എനിക്കും വേണമെന്ന്. കുടിച്ചതാ ബാലേട്ടാ. ആന്റിയെ മണിയടിച്ച് ദോശ വരെ ഉണ്ടാക്കി തന്നു. നീ ഇവിടെ കുളമാക്കുമല്ലോ. സത്യമല്ലേ രേഖേ? എനിക്കും താ. ആ അളിയാ, നിന്നെപ്പറ്റി ഞാൻ അമ്മയോട് വെച്ച് കാച്ചിട്ടുണ്ട്. നിന്റെ ഈ അലവലാതി ഭാഷയിലാണോ അമ്മയോട് സംസാരിച്ചത്? ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഓ, ഒരു ജെന്റിൽമാൻ വന്നിരിക്കുന്നു. ഞാൻ ജെല്ലിന്മാനാടാ. നിന്റെ കൂടെ കൂടിയുള്ള കുഴപ്പമുള്ളൂ എനിക്ക്. ആ അളിയ, ഇന്ന് നീ വരേണ്ടതായിരുന്നു. 2 ദിവസത്തെ പരിചയമേ ഉള്ളൂ. ഇവിടുത്തെ ഏതോ ഒരു കോളേജ് പഠിക്കുക. അവളൊരു റൊമാൻസ് ലൈനില്ല. ആ പിന്നെ നീ നമ്മുടെ ഒരു കുഞ്ഞല്ലേ എന്ന് കരുതി നിന്റെ കാര്യം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നീ എന്ത് വൃത്തികേടായി കാണിച്ചത്? ആരെങ്കിലും പറഞ്ഞ എന്റെ സ്റ്റാറ്റസ് എന്താവും? എന്തോ
അവന്റെ ഒരു പുളുത്തിയ സ്റ്റാറ്റസ്. ഒറ്റ ദിവസം ഓഫീസിൽ പോയതല്ലേടാ ഉള്ളൂ. അതല്ല രഞ്ജി, ഇനി പഴയതുപോലെ ഉഴപ്പി നടക്കാൻ എനിക്കാവില്ല. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും ഈ ചെറുപ്രായം കൊണ്ട് നമ്മൾ അനുഭവിച്ചു തീർത്തില്ലേ? കുടുംബത്തിന്റെ അന്തസ്സും അച്ഛനുണ്ടാക്കിയിട്ടുള്ള സൽപ്പേരും ഞാനായിട്ട് നശിപ്പിച്ചുകൂടാ. ബാലു, ഒരു മനുഷ്യന് അവൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ പെട്ടെന്ന് മറക്കാനും മാറ്റാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ നിനക്കതിന് കഴിയുമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ ഞാനായിരിക്കും. ആ, എന്റെ കാര്യം അതല്ല. ദേ, ഇതുപോലും വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. Keep it up. ഈ ലെറ്ററിന്റെ റെഫറൻസ് നമ്പർ എവിടെ? ഇല്ലേ സർ? എവിടെ സർ? ടൈപ്പ് ചെയ്തിട്ടില്ലേ സർ? ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സംതിങ് റോങ് സംവെയർ. നിങ്ങൾ നോക്കിയില്ലേ? ഇത് എന്റെ വകുപ്പല്ല, നോട്ട് മൈ പോർട്ട്ഫോളിയോ. ആരാ ഇത് ടൈപ്പ് ചെയ്ത്? അയാളോട് വരാൻ പറയും. ഓ, ഹലോ, ഒന്നിങ്ങി വരൂ. ഒന്നിങ്ങി വന്നെങ്കിൽ. നിങ്ങൾ അതൊക്കെ നോക്കണ്ടേ സ്വാമി? യു ആർ ടു ഇറസ്പോൺസിബിൾ. സർ, എന്റെ ജോലികളെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ജോലിയല്ല, അതുകൊണ്ടാണ് ഞാൻ. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻസ്. നിങ്ങളെ ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പണി ഏൽപ്പിക്കാൻ കൂടുതലല്ല സ്വാമി. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രവണത ഉൾക്കൊണ്ടുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന സ്ത്രീജനങ്ങളെ, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥിനികളെ തുറന്ന ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ചാരിതാർത്ഥ്യം. ആരാത്? ഞാനല്ല, ഇവിടെ പോയത്. കേൾക്കുന്നു. അല്ല, പ്രസംഗം നന്നായിരുന്നു. ഞങ്ങളെല്ലാം കൂടി കൈ തട്ടിയപ്പോ കൂലി പോലെ ആയിപ്പോയതാ. നിങ്ങൾ ആരാണ്? തുളസി, ആ ലെറ്ററിൽ റെഫറൻസ് നമ്പറും ഡേറ്റും ഒന്നും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സാർ. സ്വാമി, ഇത് ഡ്രാഫ്റ്റ് ആണ്, ഒറിജിനൽ അല്ല. അതെന്റെ മേശപ്പുറത്തുണ്ട്. സാർ, സ്വാമി വയ്ക്കോളൂ. ഇതാരാ ഇവിടെ കൊണ്ട് വെച്ചത്? ദുഷ്യന്തനാണ്. ഒരു ദുഷ്യന്തനും ശകുന്തളയും. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. ജസ്റ്റ് മിനിറ്റ്. പേരെന്താണ്? തുളസി. ഇവിടെ എത്ര നാളായി? 1 വർഷം. കുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കറക്റ്റ്. പണ്ട് കോളേജില് പ്രസംഗിക്കാൻ വന്നപ്പോ കൂവിയത്. സോറി സാർ. പഴയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ക്ഷമിക്കണം സാർ, അന്ന് പിന്നെ ഇറ്റ്സ് ഓൾ റൈറ്റ്. തുളസി പോയിക്കോളൂ. പോയതോ മന്ദഹാസവുമായി, വന്നതോ ചന്ദ്രഹാസവുമായി. വലിയ മുതലാളിയെ മണിയടിച്ചടിച്ച് ഇപ്പൊ സ്വാമിക്ക് എന്തും ചെയ്യാമെന്നായി. നീ ചിരിക്കല്ലേ, നീയും മണിയാ, ചിന്നമണി. ഇത് ഉശലൈ മണി. ഫോണൊക്കെ തടവ് സാറ് വിളിക്കുന്നു. ഇവിടെ ആകെ 3 മണികളാ ഉള്ളത്. ഇത് പെരിയ മണി, അത് ചിന്നമണി. മിസ്റ്റർ ദുഷ്യന്തൻ വളരെ കൂടുന്നു. യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ദുഷ്യന്ത, എന്തോ? അകത്ത് സാറ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. എന്താ കാര്യം? നേരിട്ട് പറയും. ചിലപ്പോൾ എന്റെ കവിത കേൾക്കാനായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ സാറിന്റെ മുറിയിലേക്ക് ഗമിച്ചാൽ തിരിച്ചുള്ള എന്റെ ഗമനത്തിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകുമോ? ചിലപ്പോ ഉണ്ടായെന്നിരിക്കും. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ.